ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. ജീവിതത്തെ സന്തോഷകരമാക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. പലരും പല രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ അവരവരെ സ്വയം കണ്ടെത്തണം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കാമപരമായി ഇഷ്ടം തോന്നുന്നവരോടുള്ള സ്ത്രീകളുടെ പെരുമാറ്റ രീതിയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ, പരിചയപ്പെടുമ്പോൾ പലതരത്തിലുള്ള ഫീലിങ്സുകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ചിലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഫീൽ ചെയ്യും, ഒരു ഇഷ്ടം ഫീൽ ചെയ്യും, പിന്നെയും കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ തോന്നാറുണ്ട്. തന്നെയല്ല, നമുക്കെവിടെയോ ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്യും. ഈ ഇഷ്ടത്തിനകത്ത് തന്നെ പല കാറ്റഗറി ഉണ്ട്. ചിലരോട് തോന്നുന്നത് സൗഹൃദപരമായിട്ടുള്ള ഇഷ്ടമാണ്, ചിലരോട് കാമപരമായിട്ടുള്ള ഒരിഷ്ടമാണ്, എന്നാൽ ചിലരോട് സഹതാപപരമായ ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആകർഷണവും ഫീലിങ്സും ഒന്നും വെറുതെ തോന്നുമല്ല, അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാനായിട്ട് നമുക്കൊരു വ്യക്തിയോട് താല്പര്യം തോന്നുന്നെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു സ്ത്രീയോട് ആകർഷണം തോന്നാനായിട്ട് അവർ സുന്ദരിയായ മാത്രം മതി, വലിയ മാനദണ്ഡങ്ങളൊന്നുമില്ല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമാണ്. ഇനി അങ്ങനെ ഒരു ആകർഷണം തോന്നുവാണെങ്കിൽ അവരറിഞ്ഞോ അറിയാതെയോ ഒക്കെ പ്രകടിപ്പിക്കുന്ന ചില രീതികളുണ്ട്, ചില പെരുമാറ്റങ്ങളുണ്ട്. ആദ്യമായിട്ട് ഈ പുരുഷനെക്കുറിച്ചുള്ള ചിന്തകൾ, ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് കയറി വരും. അതുകൊണ്ട് ഇവരെ വിളിക്കാൻ ശ്രമിക്കും, ചാറ്റ് ചെയ്യാൻ ശ്രമിക്കും, ഡെയിലി മെസ്സേജ് അയക്കും. അതുപോലെ തന്നെ കൂടുതലായിട്ട് അടുക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. കാരണം അവരെപ്പറ്റി കൂടുതലായിട്ട് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടാവും. അപ്പോൾ ഈ ചാറ്റിങ്ങിൽ കൂടെയും സംസാരത്തിൽ കൂടെയൊക്കെ നിങ്ങളുടെ രീതികൾ എന്താണ്, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ട് കൂട്ടരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ മറ്റ് സ്ത്രീകളുമായിട്ട് സൗഹൃദമുണ്ടോ, അതുപോലെ പ്രണയമുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നോ, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണ്, ഇതൊക്കെ അറിയാൻ വല്ലാത്ത ഒരു ആകാംക്ഷയാണ്. ഇങ്ങനെ ഒരു ആകർഷണം തോന്നുവാണെങ്കിൽ അവരുടെ മുമ്പിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നോക്കും. തന്നെയല്ല, ഇവരോടൊരു പ്രത്യേക പരിഗണന മനസ്സിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് തോന്നുന്ന അതേ ഫീലിങ്സ് മെറ്റയാക്കുണ്ടെന്നറിയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം, ആത്മവിശ്വാസം ഒക്കെ ഫീൽ ചെയ്യും. അതുപോലെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ പുരുഷനും അങ്ങനെ ഒരു ആകർഷണം തോന്നുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്കൊരു കണ്ടീഷനുണ്ട്. ഈ സൗഹൃദം മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കൊരു കണ്ടീഷനുണ്ട്. അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവരറിയിച്ചിരിക്കും. അതുപോലെ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മനസ്സിന് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് മനസ്സിൻ്റെ ഒരു സംതൃപ്തി വളരെ പ്രധാനമാണ്. തന്നെയല്ല, ഇതിനകത്ത് ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് അവരുടെ ഉപബോധ മനസ്സാണ്. പ്രത്യേകിച്ചും ക്വാളിറ്റിയുള്ള ഒരു വ്യക്തി അവരെ സ്നേഹിക്കുന്നു, കാമിക്കുന്നു, അവരോട് കൂടുതൽ ആകർഷണം കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ആത്മവിശ്വാസം തോന്നാറുണ്ട്. ഇവിടെയാണ് ബ്രെയിനിൽ ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് നടക്കുന്നത്. നേരിട്ട് കാണാനും വികാരം പങ്കുവെക്കാനും ചുംബിക്കാനും ഒക്കെയുള്ള ഒരു ആഗ്രഹം തോന്നാറുണ്ട്. ഇവിടെ സ്നേഹിക്കുന്നയാളിൻ്റെ സാന്നിധ്യം, സ്പർശനം അവരെ കൂടുതൽ വികാരവതിയാക്കുന്നു. എന്നാൽ ഇതുപോലെ നിങ്ങൾ മറ്റ് സ്ത്രീകളുമായിട്ട് ഇടപെടുന്നത് അവർക്കത്ര ഇഷ്ടമല്ല. അതുപോലെ നിങ്ങളുടെ ഓരോ ദിവസത്തെ റൂട്ടീനും അവർക്കറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, വരുന്നു, ഇതൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരിപ്പോൾ ഒരാളെ പ്രണയിക്കുന്നത് വളരെ അന്ധമായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിരിക്കും. എങ്കിൽ മാത്രമേ അവർക്കിതിനകത്തൊരു സംതൃപ്തി കിട്ടത്തുള്ളൂ. അതുപോലെ അവരുടെ എല്ലാ വികാര വിചാരങ്ങളും പ്രതിഫലിക്കുന്നത് കണ്ണുകളിലായിരിക്കും. ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് രതിമൂർച്ച വരാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലാണ്. കാരണം ഇവരുടെ സാന്നിധ്യത്തിൽ എല്ലാ ഹോർമോണുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാറിടവുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്രിയകൾ ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ്റെ പ്രവർത്തനം വളരെ കൂടുതലാണ്. ഈ സമയത്ത് സെക്സുമായിട്ട് ബന്ധപ്പെട്ട എനർജി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ അവർക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടുവാണെങ്കിൽ പിന്നീടുള്ള പെരുമാറ്റത്തിലും റെസ്പോൺസിലും ഒക്കെ അതറിയാൻ പറ്റും.
വീണ്ടും ഇതുപോലുള്ള ഷെയറിങ് ആഗ്രഹിക്കുന്നു, അതിനുള്ള സാഹചര്യം ഒരുക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട്, സാഹചര്യങ്ങളും ഉണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.